വെൽക്കം ബാക്ക് ടു രശ്മീസ് ഫുഡ് ട്രീ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷെഫ് പിള്ളയുടെ മീൻ എന്നുള്ള റെസ്റ്റോറൻറ്റിൽ പോയതും സിഗ്നേച്ചർ ഡിഷ് ഫിഷ് നിർവാണ ടേസ്റ്റ് ചെയ്തതും പിന്നെ ഇവിടെ വന്ന് അത് റീക്രിയേറ്റ് ചെയ്തതുമാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആൻഡ് ബിഗിനേഴ്സ് കിച്ചൺ സീരീസ് ഇട്ടപ്പം വിട്ടുപോയ ഒരു ഡിഷാണ് ആലപ്പി ഫിഷ് കറി. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാറായ ഫിഷ് നിർവാണ. അപ്പോൾ ഇത് ആദ്യം ഷെഫ് പിള്ളை BBC 2-ൽ മാസ്റ്റർ ഷെഫ് പ്രൊഫഷണൽസിൽ ഉണ്ടാക്കിയ ഫേമസ് ആക്കിയ ഒരു ഡിഷാണ്. ആലപ്പമാണ് ഇതിൻ്റെ ഐഡിയൽ കോമ്പിനേഷൻ. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു ഡിഷാണ് ഈ പാലട ക്രെം ബ്രൂലേ. പാലട പായസത്തിൻ്റെ പുറത്ത് ഒരു പഞ്ചസാരയുടെ കാരമലൈസ് ലെയറാണ്. കൊച്ചി ഫോറം മോളിലാണ് പോയത്. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ പോവാണ്. ഷെഫ് പിള്ളை പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഒരു ആഗോലിയിലാണ് ഇതുണ്ടാക്കി കാണിക്കുക. ആദ്യം തന്നെ ഇതിനിങ്ങനെ കുറേ വരഞ്ഞ് വെക്കണം. നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ രണ്ട് സൈഡിലും വരഞ്ഞിട്ട് മസാല പിടിക്കാനായിട്ട്, മസാല പിടിക്കാൻ മീൻ വറുക്കുന്ന പോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണല്ലോ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്. ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെക്കാൻ പോകുന്നത്. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ സിറ്റുവേഷന് പറ്റിയൊരു പാട്ടിടട്ടെ. ചമ്പിക്കോ. ഈ വീട്ടിലൊരു പുതിയ അടുക്കളയാണ്. ഞങ്ങൾ ഐലൻഡ് അടുക്കളയെന്ന് വിളിക്കുന്ന കാരണം പുറത്തൊരൊറ്റപ്പെട്ട നിലയിലാണിത്. നമ്മുടെ മീനിങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഇവനെ ഒന്ന് വറുത്തെടുക്കാം. ഇതിനായിട്ട് നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ കണ്ട പോലെ തന്നെ വാഴയിലയുടെ പുറത്ത് തന്നെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വറുക്കുകയാണ്. പക്ഷേ നമ്മൾ മീൻ വറുക്കുന്ന പോലെ അത്രയൊന്നും മൊരിക്കാൻ പാടില്ല. ജസ്റ്റ് അതിൻ്റെ സർഫസൊക്കെ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അകമൊക്കെ ഫുള്ള് വെന്തില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇത് എല്ലാം ഇങ്ങനെ വാട്ടിയെടുക്കാം. അതെന്താ പറഞ്ഞാൽ ഫോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു അപ്പച്ചട്ടിയുടെ പുറത്ത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനകത്തേക്കാണ് നമ്മളുടെ ഫിഷ്, ഇതാ ഓൾമോസ്റ്റ് ഫ്രൈ ആയ ഫിഷ് എടുത്ത് അതിലേക്ക് ഇടുക. രണ്ട് സൈഡും തിരിച്ചു മറിച്ചേക്ക് മൊരിച്ചെടുത്തയാണിത്. നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കട്ടി തേങ്ങാപ്പാലാണ്. നമ്മളെടുത്ത മീനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് 1/4 തൊട്ട് 1 കപ്പ് വരെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം. ഞാൻ 1/4 കപ്പാണ് എടുത്തത്. ആദ്യത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ്, അതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത് പച്ചമാങ്ങയാണ്. അപ്പോൾ പച്ചമാങ്ങ തൊലി കളഞ്ഞ് മുറിച്ച് ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അതിന് ഫ്ലേവറിങ് കൊടുക്കുന്നതാണ് പച്ചമുളക്, 1-2 പച്ചമുളക് അരിഞ്ഞത്, അത് ഒരു 1.5 ടീസ്പൂണുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് കുരുമുളക് പൊടി ഒരു ഏകദേശം 1/4 ടീസ്പൂണോളം ഉണ്ട്, 1-2 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിഷ് നിർവാണയുടെ പ്രിപ്പറേഷൻ. ഈസിയാണ്, നല്ല ക്രീമിയും ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും കൺസിസ്റ്റൻസി ഒരു ക്രീം ചേർത്ത പോലെയാണ് തോന്നുന്നത് നമുക്ക്. പക്ഷെ അവരുടെ റെസിപ്പിയിലൊന്നും അങ്ങനെ പറയുന്നില്ല. വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് കൂടി ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. ഫിഷ് അനുസരിച്ചിട്ട് അവിടെ ഒരു പീസിന് 850 to 950 റേഞ്ചാണ് ചാർജ് ചെയ്യുന്നത്. ഫിഷ് നിർവാണ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടുത്തെ അതേ രുചി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട്. വ്യത്യാസമൊന്നും തോന്നിയില്ല. ബാക്കി അഭിപ്രായം ആലപ്പി ഫിഷ് കറി കാണിച്ചിട്ട് പറയാം. പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്ന എല്ലാവരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിഷാണ് ആലപ്പി ഫിഷ് കറി. കേരള ഫിഷ് കറി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ തേങ്ങാപ്പാലുള്ളതും ഇല്ലാത്തതും ഉണ്ട്. പക്ഷെ ആലപ്പി ഫിഷ് കറിക്ക് മസ്റ്റായിട്ട് തേങ്ങാപ്പാൽ കാണും. പിന്നെ പുളിക്ക് ഒന്നെങ്കിൽ കുടംപുളി അല്ലെങ്കിൽ പച്ചമാങ്ങയാണ് ആലപ്പി ഫിഷ് കറിയിൽ. ചോറ് കൂട്ടിയാണ് കഴിക്കേണ്ടത്. ചോക്കറിയിൽ നിന്ന് എണ്ണ എടുത്ത് ഒഴിക്കുക. സുജാത ചേച്ചിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഫിഷ് കറി ഉണ്ടാക്കുന്നത്.
അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 പിടി പൊളിച്ച് അരിഞ്ഞ ചെറിയ ഉള്ളി, ഒരു 2-3 പച്ചമുളക് പിളർന്നത്, കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു ഫുൾ വെളുത്തുള്ളിയുടെ ഒരു 1/4 ഭാഗം പൊളിച്ചത്, 2-3 തണ്ട് കറിവേപ്പില, ഇത്രയും സാധനം ഇട്ട് വഴറ്റിയിട്ട് നമ്മളതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടും. ആ മുളക് പൊടി ഏകദേശം 2 ടേബിൾ സ്പൂണും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതൊരു 1/2 കിലോയുടെ അടുത്ത് മീനിന് ഇത്രയും അളവ് മതിയാവും. മുളക് പൊടി മൂക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ചുമച്ചൊരു പരുവവും. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് തേങ്ങയുടെ 2ാം പാലാണ്. അതായത് ഏകദേശം ഒരു പകുതി വലിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തത്. കൂടുതലെടുത്താലും കുഴപ്പമില്ല. അതിൽ നിന്ന് കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് ഊറ്റി മാറ്റിയിട്ട് പിന്നെയും മിക്സിയിൽ കുറേ വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത 2ാം പാലാണ് ആദ്യം ചേർത്തത്. പിന്നെ കുടംപുളി കഴുകി ഒരു 5-6 പീസ് ചെറിയ പീസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതും കൂടി ഇതിലിട്ട് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ചേർത്തത് ഉപ്പാണ്. പിന്നെ ഏകദേശം 400 ഗ്രാമോളം ഉണ്ട് ഇപ്പോൾ ആഗോലി കഷ്ണങ്ങളിട്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് അതും കൂടെ ഒഴിക്കുവാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കിടന്ന് തിളയ്ക്കണം. ഞങ്ങൾ ആലപ്പുഴക്കാർക്കൊരു ജനറൽ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊച്ചു മീനുകളാണെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കും, വലിയ മീനും നല്ല മീനുകളൊക്കെ ആണെങ്കിൽ തേങ്ങ പാലൊഴിക്കും. അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയാണ് ഇപ്പോൾ ലാസ്റ്റ് ചേർത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സ്പൂണിട്ട് ഇളക്കിയാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആ ചട്ടി സൈഡ് കൊണ്ട് കുലുക്കി കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ മീനൊക്കെ വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് പറ്റിക്കഴിഞ്ഞ് നമുക്കത് ഓഫ് ചെയ്യാം. ഇത് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ വീടാണ്. അപ്പോൾ പണ്ട് ഞാനിവിടെ വെക്കേഷന് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഉണ്ടാക്കിത്തരാൻ പറയാറുണ്ട് എന്നോട് ഫിഷ് കറി. പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇതൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല യൂഷ്വലി. ഇന്ന് എനിക്ക് എന്തോ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ കറിച്ചട്ടിയില്ല, അതുകൊണ്ട് ഞാനിവിടെ പാനിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ടൊമാറ്റോ ചേർത്തെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ടേസ്റ്റൊക്കെ അതേപോലെ തന്നെ നന്നായിരുന്നു. ഇതാണ് എൻ്റെ ലഞ്ച്. ഞാനിപ്പോൾ എടുത്ത വൈറ്റ് റൈസിനേക്കാളും ടേസ്റ്റ് റോസ് മട്ട റൈസിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഈ കറി. ഫിഷ് നിർവാണയുടെ ബാക്കി റിവ്യൂ കൂടെ പറയാം. അപ്പോൾ ഏകദേശം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു. നമ്മുടെ ഫിഷ് കറിയിൽ കുറച്ചും കൂടെ ക്രീമി ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒരു ഇച്ചിരി എക്സ്ട്രാ മാങ്ങയുടെ ഒക്കെ ഫ്ലേവേഴ്സൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റാണ് ഈ ഫിഷ് നിർവാണയ്ക്ക്. നമുക്ക് കഴിച്ചിട്ടുള്ളത് പോലെ ഒരു ഫീലിംഗ് വരും കഴിക്കുമ്പോൾ. പിന്നെ അലപ്പി ഫിഷ് കറിയും ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക.